നമസ്കാരം. ഡോക്ടർ ഓൺലൈൻ്റെ മിഷൻ LDC 2024 മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിവേസ്, നിങ്ങളുടെ മലയാള അധ്യാപകനാണ്. കേരള PSC വളരെ പ്രാധാന്യത്തോടെ ചോദിക്കുന്ന മലയാളത്തിൻ്റെ 10 മാർക്കും അതുമായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് PSC ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, പ്രത്യേകിച്ച് റാങ്ക് മേക്കിംഗ് ആയുള്ള കഴിഞ്ഞ കുറച്ചേറെ നാളുകളിലെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കൂടെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇവിടെ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ചേറെ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഇനി കൂടുതൽ നമ്മൾ ഊന്നൽ നൽകി പഠിക്കേണ്ടത് എന്നുമുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമുക്കൊരു മുൻകാല ചോദ്യം പരിചയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭാഗത്തേക്ക് വരാം. ഇത് കേരള PSC ഈ അടുത്തിടെ ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപം ഏതാണ്? ഓക്കെ, ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപമാണ് ഇതിലേത് എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ സ്വസ്താവുണ്ട്, ജാമാതാവുണ്ട്, ഭാഗിനേയനുണ്ട്, ഭ്രാതാവുണ്ട്. ഭഗിനിക്ക് പുല്ലിംഗമായി ഏതൊക്കെയുണ്ട്? സ്വസ്താവുണ്ട്, ജാമാതാവുണ്ട്, ഭാഗിനേയനുണ്ട്, ഭ്രാതാവുണ്ട്. ഇവിടെ ഓർമ്മിക്കുക, ഭഗിനി എന്ന വാക്കിന് സഹോദരി എന്നാണ് അർത്ഥം. ഭഗിനി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സഹോദരി. അപ്പൊ നമുക്ക് സഹോദരൻ എന്ന അർത്ഥത്തിലുള്ള പദമാണ് വേണ്ടത്. സഹോദരൻ ഇവിടെ ഭ്രാതാവാണ്. ഓക്കെ, ഓർമ്മിക്കുക, ഭ്രാതാവ് ഏതാണ്? അത് ഭഗിനിയാണ്. ഭ്രാതാവ് എന്ന പുല്ലിംഗ ശബ്ദത്തിന്റെ സ്ത്രീലിംഗമാണ് ഭഗിനി. സഹോദരൻ, സഹോദരി. നിങ്ങൾ ദാഹിക്കുന്നു ഭഗിനി എന്ന പാഠം പഠിച്ചിട്ടില്ലേ? ദാഹിക്കുന്നു ഭഗിനി ഏതിലാണ് പഠിച്ചത്? ചണ്ടാല ഭിക്ഷുകി അല്ലെ? ഏതിലാണ് പഠിച്ചത്? ചണ്ടാല ഭിക്ഷുകി. അപ്പോൾ ചോദിക്കും, ഭിക്ഷുകി എന്നതിന്റെ പുല്ലിംഗം എന്താ? അത് ഭിക്ഷുവാണ്. ഓക്കെ അല്ലെ? ഭിക്ഷുകി എന്ന സ്ത്രീലിംഗ പദത്തിന്റെ പുല്ലിംഗം ഏതാ? ഭിക്ഷു എന്നതാണ്. ഇനി ജാമാതാവ് എന്ന പദമാണെങ്കിലോ? ജാമാതാവിന്റെ സ്ത്രീലിംഗം ഏതാ? സ്നുഷയാണ് അല്ലെ? ജാമാതാവിന്റെ സ്ത്രീലിംഗം ഏതാ? അത് സ്നുഷയാണ്. ജാമാതാവിന്റെ സ്ത്രീലിംഗം എന്താ? സ്നുഷ. എന്താ ജാമാതാവ്? മകളുടെ ഭർത്താവ്. ജാമാതാവ് മകളുടെ ഭർത്താവ്. ഇനി സ്നുഷ എന്ന വാക്കിന് മകന്റെ ഭാര്യ എന്നർത്ഥം. സ്നുഷ എന്നാൽ മകന്റെ ഭാര്യ. അപ്പൊ ഇവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്, അത് സ്വസ്താവ് എന്നാണ് അല്ലെ? സ്വസ്താവ് എന്നതിന് സഹോദരി എന്നൊരർത്ഥമുണ്ട്. സ്വസ്താവിന് സഹോദരി എന്നൊരു അർത്ഥമുണ്ട്. ഓക്കെ, എന്നാൽ ഇവിടെ ഓർമ്മിക്കുക, ഭാഗിനേയന് ഭാഗിനേയി എന്നതാണ് അതിന്റെ സ്ത്രീലിംഗമായി വരുന്നത്. ഭാഗിനേയ എന്ന് ഉപയോഗിച്ച് കാണുന്നുണ്ടെങ്കിലും ഭാഗിനേയി എന്നതാണ് കുറച്ചുകൂടെ ശരിയായൊരു പദം. അപ്പോൾ ഭിക്ഷു, ഭിക്ഷുകി എന്നതാണ്. എന്താണ് ഭിക്ഷു, ഭിക്ഷുകി എന്ന പദത്തിന്റെ അർത്ഥം? അതിന് യാചകൻ എന്നൊരു അർത്ഥമുണ്ട്. എന്നിരുന്നാൽ തന്നെയും പ്രധാനമായി നമ്മൾ എടുക്കുന്ന അർത്ഥം സന്യാസി എന്നതാണ്. അപ്പൊ സന്യാസി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താ? സന്യാസിനി. ഇനി ഈ അടുത്ത PSC ചോദിച്ചൊരു ചോദ്യമുണ്ട്, കീകടം എന്ന പദത്തിന്റെ എതിർലിംഗം എന്താ? കീകടം എന്ന പദത്തിന്റെ എതിർലിംഗം എന്താ? കീകടി. എന്താ കീകടം എന്ന വാക്കിന്റെ അർത്ഥം? കീകടം എന്നാൽ കുതിര എന്നാണ് അർത്ഥം. കീകടം എന്നാൽ എന്താണ്? കുതിര എന്നർത്ഥം. അപ്പോ കീകടം എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ്? കീകടി എന്നാണ്. എങ്കിൽ ഘാതനൻ എന്ന വാക്കിന്റെ എതിർലിംഗം എന്താ? ഏതാ വാക്ക്? ഘാതനൻ എന്ന വാക്കിന്റെ എതിർലിംഗമാണ് ഘാതിനി എന്നത്. ഓക്കെ അല്ലെ? ഘാതനൻ എന്ന വാക്കിന്റെ എതിർലിംഗം എന്താ? ഘാതിനി. എങ്കിൽ ഘാതകൻ എന്ന വാക്കിന്റെ എതിർലിംഗം എന്താ? ഘാതകൻ. ഘാതകി. ഓക്കെ അല്ലെ? ഘാതകൻ എന്ന വാക്കിന്റെ എതിർലിംഗം എന്താ? ഘാതകി എന്നാണ്. ഘാതനൻ എന്ന വാക്കിനും ഘാതകൻ എന്ന വാക്കിനും ഒരേ അർത്ഥം. അപ്പോൾ PSC കണ്ടിന്യൂസ് ആയിട്ട് LD പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് കവി വചനമാണ് അല്ലെ? കവി. ഈ കവി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്താ? കവി എന്നതിന്റെ സ്ത്രീലിംഗം അത് കവയിത്രി എന്നതാണ്. കവി എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ്? കവയിത്രി എന്നതാണ്. കവി എന്നതിന്റെ സ്ത്രീലിംഗം എന്താ? കവയത്രി. ഇനി പ്രഭു എന്നാണ് വാക്കെങ്കിലോ? അത് പ്രഭി എന്ന് പഠിക്കുക. പ്രഭു എന്ന വാക്കാണെങ്കിൽ അതിന്റെ സ്ത്രീലിംഗം എന്താണ്? പ്രഭി എന്നാണ്. ലേഖകൻ എന്നാണ് വാക്കെങ്കിലോ? ലേഖകൻ. എങ്കിൽ ലേഖിക എന്ന് പഠിക്കുക. ലേഖകി എന്നുള്ള പദമൊക്കെ തെറ്റാണ്. ലേഖികയാണ് ശരി.
ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ വാക്കുകൾ പഠിക്കാമല്ലോ. അപ്പൊ ജാമാതാവിന് സ്നുഷ എന്നും, ഭ്രാതാവിന് ഭഗിനി എന്നും, ഭാഗിനേയന് ഭാഗിനേയി എന്നും, ഭിക്ഷു ഭിക്ഷുകി, സന്യാസി സന്യാസിനി, ലേഖകൻ ലേഖിക, കീകടം കീകടി, ഘാതനൻ ഘാതിനി, ഘാതകൻ ഘാതകി, കവി കവയിത്രി, പ്രഭു പ്രഭി എന്നീ വാക്കുകളും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇതുകൂടാതെ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും അറിയുക. പ്രത്യേകിച്ച് ഓർമ്മിക്കുക, ഒരു നാമരൂപം അത് പുരുഷ ശബ്ദമാണെങ്കിൽ അന്നെന്ന പ്രത്യയം ചേർത്ത് അതിനെ പുല്ലിംഗമാക്കാം. അപ്പോൾ പുല്ലിംഗ പ്രത്യയം അന്നാണെന്ന് ഓർമ്മിക്കുക. അല്ലെന്നും ഈ എന്നുമുള്ള ശബ്ദങ്ങൾ ചേർത്ത് അതിനെ സ്ത്രീലിംഗമാക്കാം. അപ്പോൾ സ്ത്രീലിംഗ പ്രത്യയം അള്ളെന്നും ഈ എന്നും ഓർമ്മിക്കുക. പിന്നെ ഓർക്കുക, തു എന്നതാണ് നപുംസക ശബ്ദം, നപുംസക പ്രത്യയം. ഇതും PSC ചോദിക്കാറുണ്ട്. സോ പഠിക്കുക, വളരെ പ്രധാനമാണ്. എന്നാൽ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ചുവടെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തതേത് എന്നുള്ളതാണ്. അപ്പോൾ ഓർമ്മിക്കുക, എന്താണ് ബഹുവചനം? അതിൽ വന്നാലേ പൂജകത്തിലോട്ട് വന്നിട്ട് കാര്യമുള്ളൂ അല്ലേ? എന്താ ബഹുവചനം? വചനം എന്നാൽ നാമപദങ്ങളുടെ എണ്ണത്തെ കുറയ്ക്കുന്ന ശബ്ദം. വചനം രണ്ട് തരത്തിലാണുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് ഏകവചനം, രണ്ട് ബഹുവചനം. ഇതിൽ ആദ്യത്തേത് ഏകവചനം, അതായത് ഒരു നാമശബ്ദം ഒന്നിനെ കുറിക്കുന്നുവെങ്കിൽ ഏകവചനം. ഈ ഏകവചനം കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒന്ന് അനേകമാകുന്നത് ബഹുവചനത്തിൽ. പ്രധാനമായും ഏകവചനത്തെ ബഹുവചനമാക്കാൻ അൾ, കൾ, മാർ, അർ ഇങ്ങനെ 4 പ്രത്യയങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? അൾ, കൾ, മാർ, അർ. ഈ 4 പ്രത്യയങ്ങൾ ചേർന്നാൽ മാത്രമേ എന്ത് കിട്ടൂ? ബഹുവചന രൂപം കിട്ടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ബഹുവചന ശബ്ദങ്ങൾ ഏകവചന ശബ്ദങ്ങളുടെ കൂടെ, അതായത് ഒരു വസ്തു മാത്രമുള്ള, അതായത് സാധാരണ നാമപദത്തിന്റെ കൂടെ ചേർത്ത് ബഹുവചനം എന്ന രൂപമുണ്ടാക്കും. ഈ ബഹുവചനം 3 തരത്തിൽ പിരിയുന്നു. അതിൽ ഒന്നാമത്തേത് സലിംഗ ബഹുവചനം, രണ്ടാമത്തേത് അലിംഗ ബഹുവചനം, മൂന്നാമത്തേത് പൂജക ബഹുവചനം. ഏതൊക്കെയാണ്? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഇതിലെന്താണ് സലിംഗ ബഹുവചനം? സലിംഗം. എന്താണ് സലിംഗം? ലിംഗത്തോട് കൂടിയത്, ലിംഗത്തോട് കൂടിയത്. ഏതൊക്കെ വരും? സ്ത്രീ, പുരുഷ, നപുംസക ശബ്ദങ്ങൾ. അതായത് സ്ത്രീലിംഗമോ പുല്ലിംഗമോ നപുംസക ശബ്ദങ്ങളോ ആയുള്ളവ. സ്ത്രീലിംഗം, പുല്ലിംഗം. നപുംസകം എന്നാൽ ലിംഗഭേദം ഇല്ലാത്തത്, ലിംഗമില്ലാത്തത്, അതായത് ജീവനില്ലാത്തത് എന്ന് പറയാം അല്ലെ? അത്തരത്തിലുള്ള നാമപദങ്ങൾ വന്നാൽ അത് സലിംഗമാണ്. എന്നാൽ എന്താണ് അലിംഗം? അലിംഗം എന്നാൽ ലിംഗഭേദം ഉണ്ടായിട്ടും അത് പ്രകടമാക്കാത്തവ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മക്കളെ, കോമൺ ആയി പറയുന്നവ എന്ന് പറയണോ? കോമൺ ആയി പറയുന്നവ കൂട്ടുകാർ, കുട്ടികൾ, സ്നേഹിതർ എന്നിങ്ങനെയുള്ള വാക്കുകൾ നോക്കി. ഈ കുട്ടികൾ എന്ന വാക്കിൻ്റെ അകത്ത് പുരുഷനുമുണ്ട്, അല്ലെങ്കിൽ ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്. ഓക്കെ, കൂട്ടുകാർ എന്ന് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ സ്നേഹിതർ എന്ന് പറയുന്ന വാക്കിൽ ആൺ സ്നേഹിതരുമുണ്ട്, അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കളുമുണ്ട്, പെൺ സുഹൃത്തുക്കളുമുണ്ട്. അതും കോമൺ ആയി പറയുന്ന പദമാണ്. ഇനി അതേപോലെ തന്നെ സഹോദരങ്ങൾ എന്നാണെങ്കിലോ അതിലും സ്ത്രീ പുരുഷ വ്യത്യാസം അവയ്ക്കുണ്ട്, പക്ഷെ ആ വാക്കിൽ അത് പ്രകടമാക്കില്ല. അത്തരത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരിക്കുകയും നാമരൂപങ്ങളിൽ അത് പ്രകടമാക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവ ഏതാണ്? അലിംഗമാണ്. എന്നാൽ എന്താണ് പൂജക ബഹുവചനം? അത് ഏകവചന ശബ്ദങ്ങളുടെ കൂടെ ബഹുമാന സൂചകമായി, ആദര സൂചകമായി അല്ലെ, ഈ പറയുന്ന അൾ, കൾ, മാർ, അർ എന്നീ പ്രത്യയങ്ങൾ ചേർത്തുപയോഗിക്കുന്നത് പൂജക ബഹുവചനം. ഓക്കെ അല്ലേ? ബഹുമാന സൂചകമായി ചേർത്തുപയോഗിക്കുന്നു. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഗുരുക്കൾ എന്ന പദം. ഗുരുക്കൾ ഒരുപാട് തവണ PSC ആവർത്തിച്ചിട്ടുണ്ട് ഈ ചോദ്യം അല്ലെ? ഗുരു എന്നാൽ അല്ലെങ്കിൽ ഗുരുക്കൾ എന്നാൽ ഒരാളല്ലേ ഉള്ളൂ, പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ബഹുമാനം കൊടുത്തുകൊണ്ട് ഗുരുക്കൾ എന്ന് വിളിക്കുന്നു. കാരണം അദ്ദേഹത്തോടുള്ള ബഹുമാനമാണ്, ആ ഒരു സ്ഥാനത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ് അല്ലെ? അപ്പോൾ അത്തരത്തിൽ ബഹുമാന സൂചകമായി നൽകുന്നതാണെങ്കിൽ അത് പൂജക ബഹുവചനം. ഇനി ഇവിടെ നോക്കിയ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. അധ്യാപകർ, അധ്യാപകരിൽ സ്ത്രീയും പുരുഷനുമില്ലേ? സ്ത്രീയും പുരുഷനുമില്ലേ? അപ്പൊ അധ്യാപകർ ഏതിന് ഉദാഹരണമാണ്? അലിംഗമാണ് അല്ലെ? അലിംഗം, അലിംഗം, അലിംഗം. ഒന്നാമത്തെ വാക്ക് തന്നെ നമുക്കുള്ള ഒരു ഉത്തരമാണ് അല്ലെ? കാരണം എന്താണ്? ചുവടെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണം അല്ലാത്തതെന്നല്ലേ? അതിലേതാണ്? അലിംഗം അല്ലെ? അധ്യാപകർ അലിംഗമാണ്, അധ്യാപകർ അലിംഗമാണ്. എങ്കിൽ ബാക്കിയുള്ള നോക്കാം. നിങ്ങൾ, നിങ്ങൾ എന്ന ശബ്ദം പൂജക ബഹുവചനമാണ് അല്ലെ? ഇന്ന് അത് പലരും അലിംഗമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ്? അത് പൂജക ശബ്ദമായി തന്നെ പഠിക്കാം. നിങ്ങളും എന്താണ്? പൂജക ശബ്ദം. ഇനി മാരാർ എന്നതോ? മാരാർ ഒരാളെ ഉള്ളുവെങ്കിലും
മാരാർ മാരാർ തന്നെയാണ് അല്ലേ. മാരാൻ എന്ന പദം ബഹുമാനാർത്ഥമാണ് മാരാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതും പൂജകമാണ്. ഇനി ശാസ്ത്രികൾ എന്ന പദമോ, അതും ഒരാളേ ഉള്ളൂ, പക്ഷെ ബഹുമാന സൂചകമായി നൽകുന്നു. അപ്പോൾ അതും പൂജക ബഹുവചനം. ഓക്കെ അല്ലേ. അപ്പോൾ മക്കളെ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, ഓർമ്മിച്ച് വയ്ക്കുക. ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാന സൂചകമായി അൾ, കൾ, മാർ, അർ എന്നീ ബഹുവചന പ്രത്യയങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്നത് പൂജക ബഹുവചനം. അവിടെ ഏറ്റവും പ്രധാനമായി ഓർക്കുക, ഈ പറയുന്ന 4 പ്രത്യയങ്ങളും PSC ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് 2023 PSC ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ ആ വചനപ്രത്യയം ഏതാ? കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഏതാ? അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഈ 4 പ്രത്യയങ്ങൾ ഏതിലോട്ട് പോകും? അള്ളെന്ന ശബ്ദത്തിലോട്ട് പോകും. എന്നാൽ ഓർമ്മിച്ച് വയ്ക്കുക, കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ പ്രത്യയം അത് കള്ളാണ്. കൾ എന്ന ശബ്ദം. ഓക്കെ, കൾ. മരങ്ങൾ എന്ന പദത്തിലും കള്ളാണ് പ്രത്യയം. മരങ്ങൾ, വനങ്ങൾ. ഓക്കെ അല്ലേ. ആണുങ്ങൾ, പെണ്ണുങ്ങൾ എന്നൊക്കെ പറയുന്നിടത്ത് കള്ളാണ് പ്രത്യയം. അതായത് ഇങ്ങയാണ് ശബ്ദമെങ്കിൽ, ഇങ്ങയാണ് ങ്ങൾ ആണ് കാണുന്നതെങ്കിൽ അതെന്തായിരിക്കും? കള്ളായിരിക്കും എന്ന് ഓർമ്മിച്ച് വയ്ക്കുക. കൾ. അമ്മമാർ എന്ന പദമാണെങ്കിലും അമ്മമാർ, അവിടെ നമുക്ക് മാർ എന്ന ശബ്ദം ഉപയോഗിക്കാം അല്ലെ. കൂട്ടുകാർ ആണെങ്കിലോ കൂട്ടുകാർ, അവിടെ നമുക്ക് ആർ എന്ന അല്ലെ, അല്ലെങ്കിൽ അർ എന്ന ശബ്ദം ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ. അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കുക, ഈ പറയുന്ന പ്രത്യയങ്ങൾ ഓരോന്നും വളരെ പ്രധാനമാണ്. വചനരൂപവും പ്രധാനമാണ്, PSC ചോദിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ, മലയാളത്തിലില്ലാത്ത വചനരൂപം ഏതാ? അതും PSC ചോദിക്കാറുണ്ട്. അത് ദ്വിവചനമാണ് അല്ലെ. മലയാളത്തിൽ എന്തില്ല? ദ്വിവചനം എന്ന സമ്പ്രദായം ഇല്ല. അതുകൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ. അതിൻ്റെയൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. സംഭവം സെറ്റല്ലേ. അപ്പോൾ പറഞ്ഞു ഞാൻ ആ ടോപ്പിക്ക് മുഴുവൻ പറഞ്ഞു തന്നല്ലേ. ശരി, ഓക്കെ, ശരി. അടുത്ത ചോദ്യത്തിലോട്ട് വല്ലല്ലോ നമുക്ക്. ചോദ്യം നോക്കിയേ. ആ പ്ലസ് അൾ ചേർത്തെഴുതിയാൽ എന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് വാക്കൊന്ന് ഇവിടെ എഴുതി നോക്കാം. ആ പ്ലസ് അൾ. പ്ലസിന് അപ്പുറവും ഇപ്പുറവും, അതായത് പിരിച്ചെഴുതുന്ന ശബ്ദങ്ങൾ രണ്ടും എന്ത് തന്നെയാണ്? സ്വരശബ്ദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം? യായോ വായോ വരണം. ഓക്കെ, അവിടെ എന്ത് വരുന്നു? വാ എന്ന ശബ്ദം വരുന്നു. അങ്ങനെ അവൾ എന്നായി മാറുന്നു. ഓക്കെ അല്ലേ. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ആ പ്ലസ് അൾ എന്ന് പറയുന്നത് അവളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് നോക്കാം നമുക്ക്. ഈ അവകൾ എന്ന് പറയുന്ന ഒരു ബഹുവചന ശബ്ദമാണ്. അവ പ്ലസ് കൾ, അവകൾ, അവ പ്ലസ് കൾ. അതങ്ങ് വിട്ടേക്കുക, നമ്മൾ ആ ഒരു ചോദ്യം നോക്കുന്നില്ല. എന്നാൽ അയാൾ എന്ന പദം നോക്കുന്നില്ല, പകരം അയാൾ എന്ന പദം നോക്കാം നമുക്ക്. അയാൾ. ഈ ഒരു വാക്ക് നോക്കിയേ. ഇതിൽ യാ എന്ന ശബ്ദമാണ് നടുക്ക് വന്നിട്ടുള്ളത് അല്ലേ. യാ എന്ന ശബ്ദം. മകളൊരു കുഞ്ഞു കാര്യം ശ്രദ്ധിച്ചേ. ഞാനിവിടെ ഒരു കാര്യം ചെയ്തു. യായും വായും കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്? അവൾ എന്ന ശബ്ദം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്ത ശബ്ദം അങ്ങ് തിരിച്ചെടുത്താൽ പോരെ? അതിനെന്ത് ചെയ്യണം? നമ്മൾ ഈ കാണുന്ന, അതായത് തന്നിരിക്കുന്ന പദങ്ങളിൽ യാ അല്ലെങ്കിൽ വ എന്നീ ശബ്ദങ്ങൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് യ, വ എന്നീ ശബ്ദങ്ങളെ മാറ്റിക്കളയുക. ഓക്കെ, ഇതിലിപ്പോൾ ആരുണ്ട്? യ എന്ന ശബ്ദമുണ്ട്. ആ യ എന്ന ശബ്ദത്തെ നമ്മൾ മാറ്റി. ആ യ എന്ന ശബ്ദം മാറ്റി അവിടെ പ്ലസ് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ സ്വരശബ്ദം ഏതെന്ന് നോക്കി. അതേതാ? ആയാണല്ലേ. അതിവിടെ സ്വരമായി എഴുതുന്നു. കണ്ടോ? ആ പ്ലസ് ആൾ, അതാണ് അയാൾ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. അമ്മയുടെ എന്ന പദം. അമ്മയുടെ. ഇവിടെ നോക്കിയേ, ഇവിടെ യാ എന്ന ശബ്ദമുണ്ട്. ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന വാക്കിൽ യായോ വായോ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് യ, വ എന്നീ ശബ്ദങ്ങൾ കട്ട് ചെയ്യുക. എങ്ങനെയാ യ, വ എടുക്കുക? അതായത് യാ എന്ന് പറയുന്ന ശബ്ദം യ പ്ലസ് ആയല്ലേ. ഈ എന്ന ശബ്ദം യ പ്ലസ് ഇ അല്ലേ. വു എന്ന ശബ്ദം വ പ്ലസ് ഉ അല്ലേ. അതുകൊണ്ടാണ് യു എന്ന് പറയുന്നതിലെ ഈ എന്ന ശബ്ദം പുറത്തെടുത്ത് പകരം ആ ചിഹ്നമില്ലേ, ആ ചിഹ്നത്തിൻ്റെ സ്വരം എഴുതും. ചിഹ്നം ഏതാ? ഉ. ആ ഉ ഇവിടെ വെച്ചു. അമ്മ പ്ലസ് ഉഡേ. ഇതൊക്കെ സന്ധി ഏതാ? ആഗമസന്ധി. സന്ധി ഏതാണ്? ആഗമസന്ധി. അപ്പോൾ ഇത് പിരിച്ചെഴുതാൻ എളുപ്പമല്ലേ? എന്നാൽ അവിടെ മറ്റൊരു വാക്കുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് മറ്റൊരു വേർഡാണ്. തിരുവോണം എന്ന വാക്ക് നമുക്കൊന്ന് പിരിച്ചെഴുതണം. അപ്പം നിങ്ങൾ പിരിച്ചെഴുതാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന വാക്കിൽ യായോ വായോ ആണുള്ളതെങ്കിൽ, കണ്ടോ, യായോ വായോ, അതിനെ മാറ്റി അവിടെ എന്ത് കൊടുക്കാം? നമുക്ക് അതിൻ്റെ ചിഹ്നം ഏതാണോ ആ ചിഹ്നം വെക്കാം. ഓക്കെ അല്ലേ. ഇൻ കേസ് യായോ വായോ മാത്രമാണുള്ളതെങ്കിൽ അതിൻ്റെ എൻഡിൽ വരുന്ന ആ ശബ്ദം വെച്ചാൽ മതി.
ഓക്കെ അല്ലേ? ഇത്തരത്തിൽ യായോ വായോ വരുന്ന പദങ്ങളുണ്ടെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും? ആഗമസന്ധി ആയിരിക്കും. അപ്പം ഇത്തരത്തിൽ പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും ഒക്കെ അറിഞ്ഞിരിക്കുക. കാരണം PSC പൊതുവെ ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പദങ്ങൾ. ഓക്കെ അല്ലേ? അപ്പം ഇതും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇവിടെ നമ്മൾ പോകുന്നത് മറ്റൊരു വിഭാഗത്തിലേക്കാണ്. ഈ ചോദ്യം നോക്കുക. തെറ്റായ വാക്യഭാഗം ഏത്? തെറ്റായ വാക്യഭാഗം ഏത്? ഇവിടെ 4 ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. വിവാഹാഘോഷത്തിന് സദ്യ തയ്യാറാക്കാൻ 1000 തേങ്ങകൾ ആവശ്യമാണ്. ഒറ്റ ചോദ്യമാണ്. അതിനെ 4 ഭാഗമായി തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് വിവാഹ ആഘോഷത്തിന്, ഓപ്ഷൻ ബി സദ്യ തയ്യാറാക്കാൻ, ഓപ്ഷൻ സി 1000 തേങ്ങകൾ, ഓപ്ഷൻ ഡി ആവശ്യമാണ്. അപ്പൊ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് പഠിക്കേണ്ട വാക്യശുദ്ധി എന്ന ഭാഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. വാക്യശുദ്ധി എന്താണ്? വാക്യശുദ്ധി വാക്യങ്ങൾക്കകത്ത് കടന്നുകൂടുന്ന തെറ്റുകുറ്റങ്ങളെ പരിഹരിക്കുന്നതാണ് വാക്യശുദ്ധി. പൊതുവെ നമ്മൾ വാക്യങ്ങൾ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വാക്യങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അതിൽ കടന്നുകൂടാറുണ്ട്. അത് വ്യാകരണപരമായും അല്ലാതെ തന്നെ ഭാഷാപരമായിട്ടും ഒക്കെ വളരെയധികം തെറ്റുകൾ വരാറുണ്ട്. ഈ പ്രത്യേകിച്ച് അക്ഷര തെറ്റുകളും അതുപോലെ തന്നെ അർത്ഥത്തിൽ വരുന്ന പിശകുകളും ആവർത്തനം ഉണ്ടാകുന്ന ദോഷങ്ങളും ഒക്കെ ആയിട്ട് പലതുമുണ്ട്. അപ്പോൾ ഇവ പരിഹരിക്കുകയാണ് വാക്യശുദ്ധിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാനമായും നമ്മളതിനെ കുറച്ച് നിയമങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് പദക്രമഭംഗവും പുനരുക്തിയും സമുച്ചയ വികല്പവും അതുപോലെ തന്നെ പദദോഷവും ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വിഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഒരു കുഞ്ഞു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് വാക്യങ്ങൾക്കകത്ത് ചില ആവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സംഖ്യയുടേതും മറ്റുമൊക്കെ ആയിട്ട് പുനരുക്തി എന്നൊരു ഭാഗം നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? അതിൽ ചില സംഖ്യകളുടേതായ ശബ്ദങ്ങൾ വരുന്ന ആവർത്തനങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് ആ ചോദ്യം ഒന്ന് വായിക്കാം. വിവാഹ ആഘോഷത്തിന് വേറെ തെറ്റുകുറ്റങ്ങളൊന്നും കാണാനില്ലേ? വിവാഹ ആഘോഷത്തിന് പ്രശ്നമില്ല. സദ്യ തയ്യാറാക്കാൻ അവിടെയും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 1000 തേങ്ങകൾ, അവിടെ ഒരു കുഞ്ഞു പ്രശ്നമുണ്ട് അല്ലേ? അതായത് 1000 എന്ന് പറയുന്ന ഒരു സംഖ്യ, ആ സംഖ്യ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് ചേർക്കുന്ന പദത്തിൽ എന്താവശ്യമില്ല? അത് ബഹുവചന പ്രത്യയങ്ങൾ വേണ്ട. ബഹുവചന പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? അൾ, കൾ, മാർ, അർ അല്ലെ? ഈ 4 ശബ്ദങ്ങൾ എവിടെ വേണ്ട? ഈ പറയുന്ന സംഖ്യാവാചിയായ ശബ്ദങ്ങളോടൊപ്പം ചേർക്കേണ്ട ആവശ്യമില്ല. 1000 തേങ്ങ എന്ന് മതി. അപ്പൊ എങ്ങനെ ആക്കണം അതിനെ? 1000 തേങ്ങ അല്ലെ? ഇവിടെ കള്ള വേണ്ട. വിവാഹ ആഘോഷത്തിന് സദ്യ തയ്യാറാക്കാൻ 1000 തേങ്ങ ആവശ്യമാണ് അല്ലേ? അപ്പൊ അപ്പോൾ ആ വാക്യം എന്താവും? ക്ലിയർ ആവും. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി PSC ചോദിക്കുന്നുണ്ട്. സോ ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ പോലും നിങ്ങളുടെ പല പരീക്ഷകളിലും നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. ഓർമ്മിച്ച് വയ്ക്കുക, സംഖ്യാവാചിയായ ശബ്ദങ്ങളിൽ എന്ത് വേണ്ട? അൾ, കൾ, മാർ, അർ എന്നീ ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? ഇതിന് അടുത്ത ചോദ്യം, ശരിയായ പദം ഏതാ? ശരിയായ പദം ഏതാ? അപ്പൊ നമ്മൾ വാക്യശുദ്ധി പറഞ്ഞതുപോലെ തന്നെയാണ് പദശുദ്ധിയും. വാക്യശുദ്ധി പറഞ്ഞതുപോലെ തന്നെയാണ് പദശുദ്ധിയും. മക്കളെ ഒന്ന് നോക്കിയടാ, ഇവിടെ 4 വാക്കുകൾ, കയ്യാമം, 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 കയ്യാമം. ഇതിലേതാണ് ശരിയായ വാക്ക് എന്ന് നോക്കിയേ. എനിക്കൊന്നും ഇതിൽ കൂടുതൽ ആൾക്കാരും പറയാൻ പോകുന്നത് ഒന്നുകിൽ ഈ പദമോ അതും അല്ലെങ്കിൽ ഈ പദമോ ഒക്കെ ആയിരിക്കും അല്ലേ? എന്നാൽ ശരിയായ ഉത്തരം ഇതാണ്, കയ്യാമം. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കയ്യാമം എന്ന പദത്തിൽ ഐയും യായുമുണ്ട് അല്ലേ? എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കുക, ഐ കഴിഞ്ഞു വരുന്ന പദങ്ങളിൽ, പ്രത്യേകിച്ച് ഐ കഴിഞ്ഞു വരുന്ന യാ ഒരിക്കലും ഇരട്ടിക്കില്ല. അങ്ങനെയാണ് ബാക്കിയുള്ള ഒന്നിനും ഒരു പ്രശ്നമില്ല. എന്നാൽ ഐ കഴിഞ്ഞു വരുന്ന യാ എന്ത് ചെയ്യില്ല? ഇരട്ടിക്കില്ല. അത് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കയ്യാമല്ലേ പറഞ്ഞതാ. ഇനി ഒരു വാക്ക് നോക്കിയേ, കയ്യൊപ്പ്. കയ്യൊപ്പ് ഇതാണ് ശരി. ഇവിടെ യാ എന്ന് ഇരട്ടിപ്പിച്ച്, അതായത് യാക്ക് ഇരട്ടിപ്പ് കൊടുത്ത് യാ ചേർത്തെന്ന് പറഞ്ഞു നോക്കി. കയ്യോ അല്ലെ? കയ്യോ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? കയ്യൊപ്പ് എന്ന് പറയാം നമ്മൾ. ഇല്ല, തെറ്റ്. ഇതാണ് ശരി, കയ്യൊപ്പ്. മറ്റൊരു വാക്ക് നോക്കിയേ, കയ്യക്ഷരം. കയ്യക്ഷരം ഇതാണ് ശരി. ഇനി മറ്റൊരു വാക്ക് നോക്കിയേ, കയ്യെഴുത്ത്. 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 ക്ലിയർ അല്ലേ? ഇവിടെ ഒന്നും എന്ത് ചെയ്യില്ല, യാ ഇരട്ടിക്കുന്നില്ല. കയ്യിൽ മാത്രമല്ല മറ്റു പദങ്ങളിലും ഉണ്ട്. നോക്കിയാൽ PSC ചോദിക്കാറുള്ളൊരു വാക്കാണ് വയ്യാകരണൻ. കണ്ടോ? വയ്യാകരണൻ. ഇവിടെയും എന്ത് ചെയ്യുന്നില്ല? യാ ഇരട്ടിക്കുന്നില്ല. യാ ഇരട്ടിക്കുന്നില്ല. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ മറ്റു ചില പദങ്ങൾ PSC ചോദിക്കാറുള്ളത്, ഒന്ന് അടിമത്തം എന്ന പദം, കുട്ടിത്തം എന്ന പദം. ഇത് രണ്ടും PSCക്ക് വളരെ പ്രധാനപ്പെട്ട പദങ്ങളാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു വാക്ക്
കല്യാണം എന്ന പദം, ഇതിലും എന്തില്ല? ലാറ്റ ഇരട്ടിപ്പില്ല, ലാറ്റ ഇരട്ടിപ്പില്ല. എന്നാൽ മറ്റൊരു വാക്ക് കൊന്നത്തെങ്ങ്, കൊന്നത്തെങ്ങ്. പലരും ഇങ്ങനെയാണ് കൊന്നത്തെങ്ങ് എഴുതുന്നത്. എന്നാൽ ഇത് ഒരു വലിയ തെറ്റാണ് കേട്ടോ. കാരണം എന്താ? ഇത് കൊന്നതെങ്ങെന്നാണ് കിടക്കുന്നത് അല്ലേ? ഇവിടെ എന്ത് വേണം? ഈ താക്ക ഇരട്ടിപ്പ് വേണം. അവിടെ ഇങ്ങനെ കൊടുക്കുക, കൊന്നത്തെങ്ങ്. ഇതാണ് ശരിയായ പദം. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ മറ്റൊരു വാക്ക് തത്വമസി, തത്വമസി. ഇതാണ് ശരിയായിരുന്നത്. തത്വം, തത്വമസി. ഇതാണ് ശരിയായ പദം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള പദങ്ങളുടെ പഠനം നിങ്ങൾക്ക് വളരെയധികം ഉപകാരമാണ്, ഉപയോഗപ്പെടും. ഓക്കെ അല്ലേ? അപ്പോൾ പദശുദ്ധി കിട്ടാവുന്ന നല്ല വാക്കുകളൊക്കെ തന്നെ നിങ്ങൾ ചേർത്ത് വെച്ച് പഠിക്കുക. അതേപോലെ തന്നെ ഓർമ്മിക്കുക, ഐതിഹ്യം എന്ന പദം, ഐതിഹ്യം എന്ന് നമ്മൾ എഴുതാറുണ്ട്. ശരിയായ പദം ഏതാണ്? ഐതിഹ്യം എന്ന പദമാണ്. അതേപോലെ തന്നെ മുമ്പ് PSC LD പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, ലൗകികം എന്ന പദം, ലൗകികം. അത് നമ്മൾ എങ്ങനെയാ പറയാ? ലൗകികം എന്ന് പറയും, നീട്ടില്ല, ലൗകികം. അതാണ് ശരിയായ പദം. ഓക്കെ അല്ലേ? അടിമത്തം, കള്ളത്തരം തുടങ്ങിയുള്ള പദങ്ങളും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. PSC ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഒരു മേഖലയാണ് ഈ പറയുന്ന പദശുദ്ധി എന്ന് പറയുന്നത്. അത് കുറച്ചേറെ വാക്കുകൾ നിങ്ങൾ വർക്ക് ചെയ്ത് വന്നാലേ അത് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ മുൻകാല ചോദ്യങ്ങൾ മസ്റ്റായി പഠിക്കുക കേട്ടോ. then അടുത്ത ചോദ്യത്തിലേക്ക്, നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥത്തിൽ വരുന്ന പദം ഏതാ? നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥത്തിൽ വരുന്ന പദം ഏതാ? ഓപ്ഷനിൽ നൈതികമുണ്ട്, നിയാമകമുണ്ട്, നിയുക്തമുണ്ട്, നിയമമുണ്ട്. ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് പഠിക്കാം. നീതിയെ സംബന്ധിക്കുന്നത് അത് നൈതികമാണ്, നൈതികം. എങ്കിൽ ഋഷിയെ സംബന്ധിക്കുന്നത് ഏതാ? അത് ആർഷമാണ്. ഋഷിയെ സംബന്ധിക്കുന്ന ഏതാണ്? ആർഷം. എങ്കിൽ ഓർമ്മിച്ച് വെക്കുക, അത് ലോകത്തെ സംബന്ധിക്കുന്നത് അത് ലൗകികമാണ്. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം. ലൗകികം തെറ്റ്, ലൗകികം. പരലോകത്തെ സംബന്ധിക്കുന്നതാണെങ്കിൽ അതെന്താണ്? പാരത്രികം. പരലോകത്തെ സംബന്ധിക്കുന്നത് പാരത്രികം. എങ്കിൽ ഇഹലോകത്തെ സംബന്ധിക്കുന്ന ഏതാണ്? ഇഹലോകത്തെ സംബന്ധിക്കുന്നത്, ഇഹലോകത്തെ സംബന്ധിക്കുന്നത് അത് ഐഹികം അല്ലെ? ഐഹികം, ഐഹികം, ഐഹികം. എങ്കിൽ ഇതിഹാസത്തെ സംബന്ധിക്കുന്നത് ഐതിഹാസികമാണ്. വിവാഹത്തെ സംബന്ധിക്കുന്നത് വൈവാഹികമാണ്. വൈവാഹികം, വൈവാഹികം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 ശബ്ദങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അതും ഓർമ്മിച്ച് വയ്ക്കുക. ജം, ജൻ, ദം എന്നീ ശബ്ദങ്ങൾ. ജം എന്നാൽ ജനിച്ചത് എന്നർത്ഥം. ജലജം, ജലത്തിൽ ജനിച്ചത്. ജലജൻ, ജലത്തിൽ ജനിച്ചവൻ. ജലദം, ജലത്തെ ധരിച്ചത്. ഓക്കെ അല്ലേ? ഇതും നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ഇനി അതേപോലെ തന്നെ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, 12 വർഷക്കാലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാ? അതേതാണ്? വ്യാഴവട്ടമാണ്. വ്യാഴവട്ടം, വ്യാഴവട്ടം. ഓക്കെ അല്ലേ? വ്യാഴവട്ടം. എങ്കിൽ PSC ഈ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അക്ഷന്തവ്യം എന്നത് എന്തിൻ്റെ ഒറ്റപ്പദമാണ്? എന്താണ്? അക്ഷന്തവ്യം എന്നത് എന്തിൻ്റെ ഒറ്റപ്പദമാണ്? അക്ഷന്തവ്യം. ഓക്കെ അല്ലേ? ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും, പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പ്ലാവലക്കഞ്ഞി എന്ന പാഠഭാഗം, കോരിൻ്റെയും ചിരിതയുടെ കഥ പഠിച്ചു വന്നവർക്ക് വളരെ സന്തോഷമായിരിക്കും. കാരണം അവർ പഠിച്ചൊരു ഭാഗമാണ് അക്ഷന്തവ്യം. അതൊരു അക്ഷന്തവ്യമായ അപരാധമായി പോയി. എന്താ അക്ഷന്തവ്യം? ക്ഷമിക്കാനാകാത്തത്. ക്ഷമിക്കാനാകാത്തത് എന്താണ്? അതാണ് അക്ഷന്തവ്യം. ക്ഷമിക്കാനാകാത്തത് അക്ഷന്തവ്യം. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഈ ചില പദങ്ങൾ ചോദിക്കാറുണ്ട്, അതിൽ നിന്നുള്ളത്, അതുപോലുള്ളത് എന്നൊക്കെ തുടങ്ങി. അക്കൂട്ടത്തിലാണ് ഈ പറയുന്ന എന്താണ് ഈ ബന്ധുത്വത്തെ കുറിക്കുന്ന തരത്തിലുള്ള ചില പദങ്ങൾ വരിക. അതിലാണ് ദശരഥന്റെ പുത്രനെ എന്ത് വിളിക്കാറുണ്ട്? ദാശരഥി എന്ന് വിളിക്കുന്നു. ദശരഥന്റെ പുത്രനെ എന്ത് വിളിക്കുന്നു? ദാശരഥി. ദാശരഥി എന്ത് വിളിക്കുന്നു? ദാശരഥി. ദശരഥന്റെ പുത്രൻ ദാശരഥി. ജനകന്റെ പുത്രിയാണെങ്കിൽ അത് ജാനകി. ജനകന്റെ പുത്രി ജാനകി. ഭീമന്റെ പുത്രിയാണെങ്കിൽ അവൾ ഭൈമി. ഭീമന്റെ പുത്രിയാണെങ്കിൽ അവൾ ഭൈമിയാണ്. ഭീമന്റെ പുത്രി ഭൈമി. ഓക്കെ അല്ലേ? ഇനി ഓർമ്മിച്ച് വയ്ക്കുക, മിഥിലയിലെ രാജകുമാരി എന്നർത്ഥത്തിൽ മൈഥിലി എന്ന പദം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വിനതയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ വൈനതേയൻ എന്ന പദവും ഉപയോഗിക്കുന്നു. ഇവിടെ എഴുതുകയാണ്, നോക്കുക, വൈനതേയൻ. ഓക്കെ അല്ലേ? വിനതയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ എന്തുപയോഗിക്കുന്നു? വൈനതേയൻ എന്ന പദം ഉപയോഗിക്കുന്നു. ദ്രോണരുടെ പുത്രൻ എന്നർത്ഥത്തിൽ എന്തുപയോഗിക്കുന്നു? ദ്രൗണി എന്ന പദവും ഉപയോഗിക്കുന്നു. ദ്രൗണി അല്ലെ? ദ്രൗണി, ദ്രൗണി എന്ന പദവും ഉപയോഗിക്കുന്നു.
അപ്പോൾ ഇത്തരത്തിലുള്ള പദങ്ങൾ, പ്രത്യേകിച്ച് ഒറ്റ പദങ്ങൾ വളരെ പ്രധാനമാണ്, പഠിച്ചു വെക്കുക. ഒപ്പിന് പകരമിടുന്ന വരയ്ക്ക് പറയുന്ന ഒറ്റ പദം ഏത്? അതാണ് കൈക്കീർ. പ്രധാനമാണ് കൈക്കീർ. ഓക്കെ അല്ലെ? കൈക്കീർ. എന്നാൽ കേൾക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റ പദം ഏതാ? ശ്രോതാവ്. കേൾക്കുന്നവൻ ശ്രോതാവ്. കേൾക്കുന്നവൻ ശ്രോതാവ്. എങ്കിൽ പറയുന്നവനോ? അതോ വക്താവ് അല്ലെ? പറയുന്നവനാണെങ്കിൽ വക്താവ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും വാക്കുകൾ ക്ലിയർ അല്ലേ? പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എന്നാൽ അടുത്ത ചോദ്യം, ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താ? ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം: ആരംഭിക്കുക, പെട്ടെന്ന് ഭയപ്പെടുത്തുക, അപൂർണമായി നിർത്തുക, അവസാനിപ്പിക്കുക. ഇവയാണ് ഓപ്ഷനിലുള്ളത്. എന്താണ് ചോദ്യം? ധനാശി പാടുക. ഇത് കഥകളിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ധനാശി പാടുക. എന്താണ് ധനാശി? ധനാശി എന്നാൽ ഒരു മംഗളരാഗമാണ്. എന്താ ധനാശി എന്ന മംഗളരാഗം? ഇത് സംഗീത കച്ചേരികളിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ശുഭസൂചകമായി ആ സംഗീത കച്ചേരി അവസാനിപ്പിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക രാഗമാണ് ഈ പറയുന്ന ധനാശി രാഗം. ആ ധനാശി രാഗം അതിൻ്റെ അവസാന ഭാഗത്ത് മംഗളരാഗമായി ആലപിക്കുന്നു. അത്തരത്തിൽ ഒരു കഥകളി അവസാനിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചടങ്ങാണ് ധനാശി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ഉത്തരമായി വരുന്നത്, ആ ശൈലിയുടെ ഉത്തരം, അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിൽ കേളി കൊട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? അത് പരസ്യപ്പെടുത്തുക എന്നൊരു അർത്ഥമുണ്ട്. ആരംഭിക്കുക. ഈ കേളി കൊട്ടുക എന്നാൽ കഥകളിയുടെ ആദ്യ ഭാഗത്ത് ഈ ചെണ്ടകൊട്ടി എല്ലാവരെയും അറിയിക്കുന്ന രീതിയുണ്ട് അല്ലേ? അതുപോലെ തന്നെ പരസ്യപ്പെടുത്തുക എന്നും അതേപോലെ തന്നെ ആരംഭം കുറിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ശൈലി ഉപയോഗിക്കാറുണ്ട്. ഇനി അതേപോലെ തന്നെ ധനാശി എന്നൊരു കാര്യം പറയുന്ന സമയത്ത് ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ധനാശിക്കാരൻ എന്നൊരു പദം ഉപയോഗിക്കാറുണ്ട്. എന്താ ധനാശിക്കാരൻ? ഈ പഴയ സംഗീത നാടകങ്ങളുടെ അവസാന ഭാഗത്ത് പണം പിരിക്കാൻ വരുന്നയാൾ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നൊരു പദമാണ്. അതുപോലെ തന്നെ അക്കരപ്പച്ച എന്നൊരു ശൈലി ഉപയോഗിക്കാറുണ്ട്. PSC ചോദിക്കാറുണ്ട് അക്കരപ്പച്ച. എന്താ അക്കരപ്പച്ച? അകലെയുള്ളതിനോടുള്ള ഭ്രമം. ഇനി ഓർമ്മിച്ച് വെക്കുക, ഇലവ് കാത്ത കിളി. PSC അടുത്തിടെ ചോദിച്ചൊരു ചോദ്യമാണ്, ഇലവ് കാത്ത കിളി. ഇതേ ചോദ്യം തന്നെയാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്നതും. എന്ത് തന്നെയാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്നതും? അതായത് ആശിച്ച് കാലം കഴിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ രണ്ട് ശൈലികൾ ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ശൈലിയുണ്ട്, ഉരുളയ്ക്കുപ്പേരി. അത് തക്കതായ മറുപടി എന്നതാണ്. അതേപോലെ തന്നെ ഓർമ്മിച്ച് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കുന്നൊരു ചോദ്യമാണ് അസുരവിത്ത് എന്നുള്ളത്. അസുരവിത്ത് എന്നാൽ ദുഷ്ടസന്തതി എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നൊരു പദമാണ്. ഇനി അതേപോലെ തന്നെ ഈ ശനി, ഏഴര ശനി, കഷ്ടകാലം എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതാണ്. കാല് പിടിക്കുക എന്നതിന് അപേക്ഷിക്കുക എന്നതും, കാല് വാരുക എന്നതിന് ചതിക്കുക എന്നതിനും, കാല് മാറുക എന്നതിന് അഭിപ്രായ വ്യത്യാസം വരുത്തുക എന്നും നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഓർമ്മിക്കുക. ശൈലികൾ PSC അടിക്കടിയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ പ്രധാനമായും കഥകളിയിൽ നിന്നും മറ്റു മേഖലയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ശൈലികൾ നിങ്ങൾ പ്രധാനമായും പഠിക്കുക. അക്കൂട്ടത്തിൽ PSC ചോദിക്കുന്നൊരു ചോദ്യമാണ് ശിങ്കിടി പാടുക. ഈ ശിങ്കിടി എന്ന പ്രയോഗം, ശിങ്കിടി അല്ലെ, ശങ്കിടി എന്നും ശിങ്കിടി എന്നും ഒക്കെ പറയാറുണ്ട്. ശങ്കിടി എന്നും ശിങ്കിടി എന്നും ഒക്കെ പറയുന്നത് ഈ കഥകളിയിലെ രണ്ടാം ഗായകൻ, അത് ഒന്നാം ഗായകൻ പ്രധാനമായും പാട്ട് പാടുന്നയാൾ, അയാളെ നമ്മൾ പൊന്നാനി എന്ന് വിളിക്കും. രണ്ടാം ഗായകൻ ഈ പാട്ട് ഏറ്റുപാടുന്നയാളാണ്, അയാളെ ശിങ്കിടി എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ശിങ്കിടി പാടുക എന്നത് ഏറ്റുപറയുക എന്നതാണ്. അതും ഈ കഥകളിയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. നളപാകം എന്നൊരു ശൈലിയുണ്ട്, നല്ല പാചകം എന്ന അർത്ഥത്തിൽ. അതും കഥകളിക്കകത്തുനിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ശൈലിയാണ്. സുഗ്രീവാജ്ഞ എന്ന ഒരു എന്താണ് ശൈലിയുണ്ട്, ലംഘിക്കാനാകാത്ത കൽപ്പന എന്നതിൽ. അതുപോലെ തന്നെ ഭൈമീ കാമുകർ എന്ന ഒരു ശൈലിയുണ്ട്, അതും കഥകളിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്നതാണ്. അത് സ്ഥാനമോഹികൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. കാർക്കോടക നയം എന്നൊരു ശൈലിയുണ്ട്, രക്ഷിച്ചവനെ തന്നെ ഉപദ്രവിക്കുക എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ കിട്ടാവുന്ന നല്ല നല്ല ശൈലികൾ അത് ഏറ്റവും ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാനും പഠിക്കുവാനും ശ്രദ്ധിക്കുക. എന്നാൽ അടുത്തത്, കൈ എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏതാ? കൈ എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏതാ? ഗളമുണ്ട്, ഭുജമുണ്ട്, ബാഹുവുണ്ട്, പാണിയുണ്ട്. ഇവിടെ നിസ്സംശയം നമുക്ക് പറയാം ഗളമാണ് അല്ലെ. ഗളം എന്നാൽ എന്താണ്? കഴുത്ത് എന്നർത്ഥം. ഗളം എന്നാൽ എന്താണ്? കഴുത്ത്. ഗളം കഴുത്ത് അല്ലെ. കണ്ടം എന്നൊക്കെ പറയുന്ന കണ്ടം ഈ ഭാഗമാണ് അല്ലെ, കഴുത്ത്. ഓക്കെ, ഗളം കണ്ടം എന്നൊക്കെ പറയുന്ന ഈ ഭാഗം കഴുത്ത് അല്ലെ. എന്നാൽ ഭുജവും ബാഹുവും ഒക്കെ എന്താണ്?
കൈയാണ്. അങ്ങനെയാണെങ്കിൽ പാണിയും എന്താ കൈയാണ്. എങ്കിൽ ഓർമ്മിച്ച് വെച്ചേ, വാണി എന്ന വാക്കിനർത്ഥം എന്താ? വാണി, വാണി എന്നാൽ വാക്കെന്നർത്ഥം. എങ്കിൽ ഓർമ്മിച്ചേ, വേണി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വേണി എന്നാൽ തലമുടി, അല്ലെ? വേണി എന്നാൽ തലമുടി. ഇനി PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഹി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അഹി, അല്ലെ? അഹി, അഹി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സർപ്പം എന്നാണ്, അല്ലെ? സർപ്പം എന്നാണ് അഹി എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ അല്ലെ? ഇനി അതേപോലെ എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ച് വെക്കുക, ആഴി എന്ന വാക്കിന് എന്താണ് അർത്ഥം? സമുദ്രം എന്നാണ്. ഇനി അതേപോലെ തന്നെ അളി എന്നതിന് വണ്ട് എന്നർത്ഥമുണ്ടെങ്കിൽ ആളി എന്നതിന് തോഴി അഥവാ കൂട്ടുകാരി എന്നാണ് അർത്ഥം. ഓക്കെ അല്ലെ? അപ്പൊ ഭുജം ബാഹു ഒക്കെ കൈയാണ്, അല്ലെ? ഭുജം ബാഹു ഒക്കെ കൈയാണ്. ഇനി ഉദരം, അല്ലെ? ഉദരം എന്നതിന് വയറ്, അല്ലെ? ജഡരം എന്നൊരു പദമുണ്ട് വയറിന്, ജഡരം. ഓക്കെ അല്ലെ? ഇനി അതേപോലെ തന്നെ PSC ചോദിക്കുന്ന മറ്റൊരു പദമാണ് രസവതി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? രസവതി, രസവതി എന്നാൽ അടുക്കള എന്നാണ് അർത്ഥം. രസവതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടുക്കള എന്നാണ് അർത്ഥം. കോകിലം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കോകിലം, കോകിലം. ഇതൊക്കെ PSC കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന പദങ്ങളാണ് കേട്ടോ. കോകിലം, കോകിലം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കോകിലം കുയിലാണ്, അല്ലെ? കോകിലം എന്ന വാക്കിന് കുയിൽ എന്നാണ് അർത്ഥം. കോകിലം എന്നാൽ കുയിൽ എന്നാണ് അർത്ഥം. ഇനി മക്ഷിക എന്ന വാക്ക്, മക്ഷികയും PSC ചോദിക്കാറുണ്ട്. മക്ഷിക എന്നാൽ കൊതുക് എന്നർത്ഥം. മക്ഷിക എന്നാൽ കൊതുക എന്നർത്ഥം, അല്ലെ? മക്ഷിക. ഇനി ഋഷഭം എന്ന വാക്ക് ചോദിക്കാറുണ്ട്. ഋഷഭം എന്ന വാക്കിന് അർത്ഥം എന്താ? ഋഷഭം കാള എന്നാണ് അർത്ഥം. ഋഷഭം കാള എന്നർത്ഥം. ഓക്കെ അല്ലെ? കുക്കുടം എന്താ? കുക്കുടം കോഴിയാണ്, അല്ലെ? ഇനി സിംഹത്തിന് കേസരി എന്നൊരു പദമുണ്ട്. സിംഹത്തിന് കേസരി, ഇതും PSC ചോദിക്കാറുണ്ട്. കേസരി. അതേപോലെ തന്നെ കരിയെന്നും വാരണമെന്നുമുള്ള പദങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. കരിയെന്നും ഏതൊക്കെ പദങ്ങളാണ്? കരി, വാരണം എന്നീ പദങ്ങൾ. കരി എന്നാൽ ആന, വാരണം എന്നാലും ആന എന്നാണ്. വാരണം, കരിയും വാരണവും ഒക്കെ എന്താണ്? ആനയാണ്. ഇനി അതേപോലെ തന്നെ കാനനം എന്ന വാക്കിന് കാട് എന്നർത്ഥം. അതേപോലെ തന്നെ ഈ അടുത്ത PSC ചോദിച്ചാണ് അരജൻ എന്ന വാക്കിന്റെ അർത്ഥം. അരജൻ എന്നാൽ രാജാവ്, എങ്കിൽ അരക്കൻ എന്ന വാക്കിന്റെ അർത്ഥം, അരക്കൻ എന്നാൽ രാക്ഷസൻ എന്നർത്ഥം. ഓക്കെ അല്ലെ? നിശാചരൻ എന്നൊക്കെ പറയുന്നത് ആരെ തന്നെയാണ്? രാക്ഷസനെ തന്നെയാണ്. അപ്പൊ ഇതും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പൂരണി തദ്ധിതത്തിന് ഉദാഹരണം ഏതാ? ക്വസ്റ്റ്യൻ എന്താണ്? പൂരണി തദ്ധിതത്തിന് ഉദാഹരണം. ഇവിടെ എന്താണ് തദ്ധിതം എന്ന് നോക്കുക. തദ്ധിതം PSC ഇത്തരത്തിലുള്ള വ്യാകരണ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പൊതുവേ നമ്മൾ വൊക്കാബുലറി സെക്ഷൻ മാത്രമായിരിക്കും നോക്കിയിട്ട് പോവാ. ചെയ്യരുത്. വ്യാകരണവും പഠിക്കണം. നാമവും സന്ധിയും തദ്ധിതവും ഒക്കെ തന്നെ മസ്റ്റാണ്. അതിൽ പ്രധാനമാണ് പൂരണി തദ്ധിതം. എന്താണ് തദ്ധിതം? നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ രൂപപ്പെട്ടു വരുന്ന പുതിയ നാമപദങ്ങളെ എന്ത് വിളിക്കാം? പൂരണി തദ്ധിതം എന്ന് വിളിക്കാം. അപ്പോൾ തദ്ധിതങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ തദ്ധിതം എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കുക. ഇവിടെ ഞാൻ പൂരണി തദ്ധിതത്തെ കുറിച്ച് മാത്രം പറയുന്നു. ഇവിടെ ഓപ്ഷനിൽ 2, മൂപ്പൻ, അടിമത്തം, ഒന്നാം എന്നീ പദങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു സംഖ്യയാവും, അതായത് വിശേഷണങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന നാമങ്ങളിൽ നിന്നോ വിശേഷങ്ങളിൽ നിന്നോ രൂപപ്പെട്ടു വരുന്ന പുതിയ നാമപദങ്ങളാണ് എന്താണ് ഈ പറയുന്ന തദ്ധിതങ്ങൾ. എന്താണ് പൂരണി തദ്ധിതം? അത് തദ്ധിതത്തിനൊരു പിരിവാണ്. സംഖ്യാവാചികളായ ശബ്ദങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന പുതിയ നാമപദത്തെ പൂരണി തദ്ധിതം എന്ന് വിളിക്കാം. ഓർമ്മിക്കുക, സംഖ്യയല്ല, മറിച്ച് സംഖ്യയിൽ നിന്ന് രൂപപ്പെടുന്നത്. അപ്പൊ സംഖ്യ എന്നായിരുന്നെങ്കിൽ 2 എന്ന പദം ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഒന്നാം എന്ന ഒരു ശബ്ദം കിടപ്പുണ്ട്. 1 എന്ന സംഖ്യയിൽ നിന്ന് രൂപപ്പെട്ടു വന്നത്. 1 എന്ന സംഖ്യയിൽ നിന്ന് എന്ത് രൂപപ്പെട്ടു വന്നു? ഒന്നാം എന്ന ശബ്ദം. അത് പൂരണിയാണ്. ഒന്നാം, അല്ലെ? അടിമത്തം സംഖ്യയിൽ നിന്ന് വന്നാണോ? അല്ല. മൂപ്പൻ സംഖ്യയിൽ നിന്ന് വന്നാണോ? അല്ല. മൂപ്പുള്ളവൻ മൂപ്പൻ. അടിമയായിരിക്കുന്ന അവസ്ഥ അടിമത്തം. അതുള്ളത്, അതുപോലുള്ളത്, അതിൽ നിന്നുള്ളത്, അല്ലെ? അപ്പോൾ നോക്കിയേ, ഇവിടെ 2 അത് സംഖ്യയാണ്. അതിൽ നിന്ന് വന്നതാണെങ്കിൽ രണ്ടാം എന്ന് വന്നേനെ. രണ്ടാം എന്നായിരുന്നു, അല്ലെങ്കിൽ രണ്ടാമത് എന്നായിരുന്നുവെങ്കിൽ അതും പൂരണി തദ്ധിതം. ഒന്നാം, ഒന്നാമത്, മൂന്നാം, മൂന്നാം പക്കം, മൂന്നാം നാൾ, ഇവയൊക്കെ എന്താണ്? പൂരണി തദ്ധിതമാണ്. അപ്പോൾ സംഖ്യാവാചിയായ ശബ്ദങ്ങളുടെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത് പൂരണി തദ്ധിതം. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ പൂർണ്ണമായും ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് മാത്രം ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടി പോകും. അതുകൊണ്ടാണ് ഞാൻ ഓരോ ഭാഗങ്ങളും പറയുമ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രധാന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ തദ്ധിതത്തെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായും അറിഞ്ഞിരിക്കുക. എന്നാൽ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ചോദ്യം ഇതാണ്: ചുവടെ തന്നിരിക്കുന്ന പദത്തിന്റെ സന്ധി കണ്ടെത്തുക.
ഇവിടെ പദം തിരുവോണം എന്ന പദമാണ്. തിരുവോണം ഞാൻ കുറച്ച് മുമ്പ് തിരുവോണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, എങ്കിലും നമുക്കൊന്ന് നോക്കി വരാം. തിരുവോണം എന്ന പദം ഏത് സന്ധി വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷനിൽ ആഗമസന്ധിയുണ്ട്, ലോപസന്ധിയുണ്ട്, ദിത്വസന്ധിയുണ്ട്, ആദേശസന്ധിയുണ്ട്. ആദ്യം നമുക്ക് ഈ തിരുവോണം എന്ന പദത്തെ ഒന്ന് പിരിച്ചെഴുതി നോക്കാം. തിരുവോണം. ഇത്തരത്തിൽ വരുന്ന പദങ്ങളെ പിരിച്ചെഴുതാൻ ഒരു കുഞ്ഞു വഴി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, അത് തന്നെയാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിരുന്നത്. മക്കളെ നോക്കിയേ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പദങ്ങളിൽ യായോ വായോ ഉണ്ടോ എന്ന് നോക്കുക. യാ വ. അങ്ങനെയാണെങ്കിൽ അവ കൂടുതലും ആഗമസന്ധിയിൽപ്പെട്ടവയായിരിക്കും. അത് പിരിച്ചെഴുതാൻ പറ്റുമെങ്കിൽ ഏറ്റവും സുഖം. അതിനെന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന പദങ്ങളിൽ യായാണോ വായാണോ ഉള്ളതെന്ന് നോക്കുക, ആ പദത്തെ നീക്കം ചെയ്യുക, തുടർന്ന് അവിടെ ഒരു പ്ലസ് നൽകുക. ആ പ്ലസിന് ശേഷം അതിൻ്റെ കൂടെയുള്ള ചിഹ്നം യായോ വായോ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ എഴുതണം. അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ചിഹ്നം ഏതാണോ ആ ചിഹ്നം സ്വരമാക്കി എഴുതുക. ഇവിടെ ചിഹ്നം ഏതാ? ഓയാണ്. ആ ചിഹ്നം എഴുതുന്നു. തിരുവധികമോണം. ഒരു സംശയം വേണ്ട, അത് ആഗമസന്ധിയാണ്. വ എന്ന ശബ്ദം വന്നു ചേർന്നതാണ് അല്ലേ? അപ്പോൾ രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വന്നു ചേർന്നാൽ അത് ആഗമസന്ധിയാണ്. തിരുവോണം, തിരുവാതിര, തിരുവുള്ളം, തിരുവഴുത്ത് എന്നിവ ഉദാഹരണങ്ങളാണ്. ഇനി രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം നഷ്ടമായാൽ അത് ലോപസന്ധിയാണ്. ഉദാഹരണം പെറ്റ, അധികം, അമ്മ. ചേർത്തെഴുതുമ്പോൾ എന്ത് വരുന്നു? പെറ്റമ്മ എന്ന് വരുന്നു. പെറ്റമ്മ. കണ്ടോ, ഇവിടെ 1, 2, 3, 4 അക്ഷരങ്ങളുണ്ട്. ഇവിടെ ചേർത്തെഴുതുമ്പോൾ 1, 2, 3 3 അക്ഷരമേ ഉള്ളൂ. ഒരു അക്ഷരം നഷ്ടമായി അല്ലേ? അപ്പൊ സന്ധി ഏതാണ്? ലോപസന്ധി. നമ്മുടെ ഉത്തരം ഏതാണ്? ഇവിടുത്തെ ഉത്തരം ആഗമസന്ധിയാണേ. ഓക്കെ, ഇനി എന്താണ് ലോപസന്ധി നോക്കാം. അടുത്തത് ലോപസന്ധി നമ്മൾ പറഞ്ഞു, 2 അക്ഷരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് കുറഞ്ഞിരിക്കും അല്ലേ? ഇനി എന്താ? ദിത്വസന്ധി. ദിത്വസന്ധി 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ഇരട്ടിക്കും അല്ലേ? തല, അധികം, കെട്ട്. ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കുന്നൊരു വേട തല, അധികം, കെട്ട. ഇവിടെ ക ഇരട്ടിക്കും. ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വരും? തലക്കെട്ട് എന്ന് വരും അല്ലേ? തലക്കെട്ട്. എന്താണ്? തലക്കെട്ട്. ഓക്കെ അല്ലേ? എന്നാൽ എന്താണ് ആദേശസന്ധി? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം നഷ്ടമാകുകയും അവിടെ മറ്റൊരു വർണ്ണം വന്നു ചേരുകയും ചെയ്യും. ഒരു വർണ്ണം നഷ്ടമാകും, മറ്റൊരു വർണ്ണം വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ PSC അടുത്തും ചോദിച്ചൊരു ചോദ്യമുണ്ട്. കൺ പ്ലസ് തൂ ചേർത്തെഴുതുമ്പോൾ എന്താണ് സംഭവിക്കുക? കൺ പ്ലസ് തൂവിൽ ഈ തകാരം നഷ്ടമായി അവിടെ ഡകാരം വരും. ഇത് ചേർന്നെഴുതുമ്പോൾ കണ്ടു എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പൂർണ്ണമായ വീഡിയോസ് നമ്മുടെ നമ്മുടെ ആപ്പിലും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ഈ സന്ധികളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇതും PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്? PSC ചോദിക്കാറുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, മലയാളത്തിൽ നിന്നും പ്രധാനപ്പെട്ട ഈ അടുത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ചോദ്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, ഈ ചോദ്യങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് വന്നു എന്നിവയൊക്കെ നിങ്ങൾ എന്താണ് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇപ്പോൾ പൊതുവേ കുട്ടികൾ ഇപ്പോൾ പരാതി പറയുന്ന ഒരു കാര്യമായിരിക്കും, സാർ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, സാറിനെക്കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ല, സാർ ഇതിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. മക്കളെ ഞാൻ ആദ്യമേ പറയുന്നു, ഇവിടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായി പഠിക്കുക. ഇതിൽ നിന്നുള്ള എല്ലാ മാർക്കും നിങ്ങൾ സ്കോർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.